പ്രൈസ് ലോർഡ് നാമത്തിൽ മഹത്വം ഉണ്ടായിരിക്കട്ടെ. നമുക്ക് എല്ലാവർക്കും അറിയാം കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. കർത്താവായ യേശു ക്രിസ്തു എന്തിനാണ് മരിച്ചതെന്ന് നമുക്കിന്ന് ചിന്തിക്കാം. ഹല്ലേലൂയ. ഒന്നാമതായി പാപമോചനത്തിനായി. സ്തോത്രം. ഹല്ലേലൂയ. പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചൊരിയുന്ന പുതിയ നിയമത്തിന്റെ രക്തം ഇതത്രേ. മത്തായിയുടെ സുവിശേഷം 26:28 പറയുകയാണ്, നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി യേശു രക്തം ചൊരിഞ്ഞു. നമുക്ക് എല്ലാവർക്കും അറിയാം പഴയ നിയമത്തിൽ ഹല്ലേലൂയ ഒരു വ്യക്തി പാപം ചെയ്താൽ ഹല്ലേലൂയ അവന്റെ പാപപരിഹാരത്തിന് വേണ്ടി അവർ മൃഗത്തെ ദൈവസന്നിധി കൊണ്ടുവന്ന് യാഗം കഴിച്ച് അതിൻ്റെ രക്തമൊഴുകി ഹല്ലേലൂയ അവൻ പാപമോചനത്തിന് വേണ്ടി സ്തോത്രം അപേക്ഷിക്കുമായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ ഹല്ലേലൂയ സ്തോത്രം കർത്താവായ യേശു ക്രിസ്തു നമുക്ക് ഹല്ലേലൂയ സ്തോത്രം പാപപരിഹാരം തരുവാൻ തന്നെ ഹല്ലേലൂയ യാഗമായി തീർന്നു. അപ്പോൾ നമ്മുടെ ഫൊർഗീവ്നെസ് ഓഫ് സിന്നിന് വേണ്ടി കർത്താവ് മരിച്ചു. രണ്ടാമത്തെ കാര്യം ദൈവസ്നേഹം. ഹല്ലേലൂയ റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 8-ാം വാക്യത്തിൽ വായിക്കുന്നു, നാം പാപികളായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിക്കിയാൽ ദൈവം തന്നോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. അപ്പം ദൈവം നമ്മളെ സ്നേഹിച്ചു. ഹല്ലേലൂയ. എന്നിട്ട് ആ ഹല്ലേലൂയ മനുഷ്യൻ നശിച്ചു പോകുന്നത് കർത്താവിൻ്റെ സഹിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഹല്ലേലൂയ നമ്മളെ രക്ഷിക്കുവാൻ വേണ്ടി നമ്മളെ സ്നേഹിച്ചത് കൊണ്ട് ഹല്ലേലൂയ നമ്മളെ രക്ഷിക്കാൻ വേണ്ടി കർത്താവ് യേശു ക്രിസ്തുവിനെ നമുക്ക് യാഗമായി ദൈവം തന്നു. അത് ദൈവത്തിൻ്റെ സ്നേഹത്തെയാണ് കാണിക്കുന്നത്. കാരണം ഏദൻ തോട്ടത്തിൽ ഹല്ലേലൂയ ആദാം പാവം ചെയ്തപ്പോൾ ദൈവമായൊരു ബന്ധം നഷ്ടപ്പെട്ടു. ഹല്ലേലൂയ സ്തോത്രം. ആ ബന്ധത്തിലേക്ക് മടങ്ങി വരണമെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ഹല്ലേലൂയ ആ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് ഹല്ലേലൂയ വീണ്ടും ജനനം പ്രാപിക്കുമ്പോൾ കർത്താവിനുള്ള ബന്ധത്തിലേക്ക് മടങ്ങി വരുന്നു. ഹല്ലേലൂയ സ്തോത്രം. ദൈവ സ്നേഹത്തെ കാണിക്കുന്നതാണ് ക്രൂശിലെ മരണം. ഹല്ലേലൂയ മൂന്നാമത്തെ കാര്യം വീണ്ടെടുപ്പ്, റിഡീംഷൻ. ഹല്ലേലൂയ സ്തോത്രം. അവനിൽ നമുക്ക് അവന്റെ രക്തത്താലുള്ള വീണ്ടെടുപ്പും പാപങ്ങളുടെ മോചനം ലഭിക്കുന്നു. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ പറയാന്ന്, നമ്മുടെ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് യേശു നമ്മളെ വില കൊടുത്തു. ഹല്ലേലൂയ നമ്മളെ വിലയ്ക്ക് വാങ്ങി. ഹല്ലേലൂയ നാം മരിക്കുന്ന ഇടത്ത് ഹല്ലേലൂയ തൻ്റെ രക്തം കൊണ്ട് കർത്താവായ യേശു ക്രിസ്തു നമ്മളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. നാം അടിയേക്കേണ്ട സ്ഥാനത്ത്, നാം ശിക്ഷ അനുഭവിക്കേണ്ട സ്ഥാനത്ത് യേശു നമുക്ക് പകരമായി ഹല്ലേലൂയ സ്തോത്രം യാഗമായി തീരുവാൻ ഇടയായി തീർന്നു. സ്തോത്രം. ഹല്ലേലൂയ. നാലാമത്തെ കാര്യം നിത്യജീവൻ തരുവാൻ വേണ്ടി, എറ്റേണൽ ലൈഫ്. ഹല്ലേലൂയ സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ പറയുന്നു, വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കാനായി ദൈവം തന്റെ ഏകജാന പുത്രനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഹല്ലേലൂയ. ആരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിപ്പാൻ ദൈവം ആഗ്രഹിക്കുന്നതുകൊണ്ട് യേശു ക്രിസ്തുവിൽ ആര് വിശ്വസിക്കുന്നുവോ അവന് നിത്യജീവൻ ലഭിപ്പാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ സ്തോത്രം. അഞ്ചാമതായി സ്തോത്രം കാണാൻ കഴിയും, നമുക്ക് പകരമായി സ്തോത്രം മരണപ്പെട്ടു. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. യെശയ്യാവിന്റെ പുസ്തകം 53-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്നു, അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരുന്നു. ഹല്ലേലൂയ നമുക്ക് വേണ്ടി യേശു മരിക്കുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ സ്തോത്രം. ആ ദൈവത്തിന്റെ സന്നിധി നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. സ്തോത്രം.